കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്നുണ്ട്. കോഴിക്കോടും നല്ല മഴയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം മുതൽ അങ്ങോട്ട് റെഡ് അലേർട്ടാണ്. അഭിജിത്ത് മുഴക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. തണുത്ത പ്രഭാതമാണ്. കനത്ത മഴയാണോ കോഴിക്കോട്ടും? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. റെഡ് അലേർട്ടാണ് ജില്ലയിൽ. നിലവിലിപ്പോൾ മഴയില്ല, പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട ചൂടി നിൽക്കുന്നത്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അല്പസമയമായി മഴ ചെറുതായി ഒന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗത്തൊക്കെ നന്നായി മഴ പെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മിഠായി തെരുവിൻ്റെ മുൻവശം, സ്റ്റേഡിയം ജംഗ്ഷനിലൊക്കെ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഈ മിഠായി തെരുവിൻ്റെ മുൻവശത്ത്, അതായത് ഈ കിഡ്സൺ കോർണറിൻ്റെ ഭാഗത്താണ്. ആ വെള്ളക്കെട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പല തവണ നമ്മൾ മുൻപും ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കാൽനട എന്നത് ചിന്തിക്കുകയേ വേണ്ട. ഇരുചക്ര വാഹനക്കാർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര ബുദ്ധിമുട്ടിയാണ് അവർ അതിലൂടെ വരുന്നത് എന്ന് നോക്കുക. അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഓട്ടോറിക്ഷക്കാർ, ഇവിടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ പാർക്ക് ചെയ്യുന്നതാണ്, അവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെയിൽ വന്ന് വെള്ളം സ്വാഭാവികമായി വറ്റിപ്പോകണം, അല്ലാതെ ഇതിന് ഒഴുകിപ്പോകാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. ഇതിലിപ്പോൾ കോർപ്പറേഷന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വർഷങ്ങളായി ഇത്തരമൊരു ദുരിതം ഈ മേഖലയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ റെഡ് അലേർട്ടിൽ രാത്രിയിലും കനത്ത മഴയായിരുന്നു, രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് മഴയ്ക്ക് ഒരു ഇടവേളയാണ്.